പെരേര ഡയസ് അൽവാരോ വാസ്കസ് ഇപ്പോഴിതാ ദിമിയും. ടീമിനു വേണ്ടി ഗോളടിച്ചു കൂട്ടിയവരെയെല്ലാം കൈവിട്ട പതിവാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റേത്. ഗോളടി മിഷനെയെല്ലാം ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടു എന്നത് ശരി തന്നെ. പക്ഷേ ഓരോ തവണയും ഓരോ ഗോളടി വീരന്മാരും ക്ലബ്ബ് വിട്ടപ്പോൾ അതിനേക്കാൾ മികച്ചവരെ കൊണ്ടുവന്ന ശീലമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിംഗ്സിന്റേത്. കരോലിസ് ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതലയേറ്റത്തിന് പിന്നാലെ അദ്ദേഹം ആദ്യ സീസണിൽ ടീമിൽ എത്തിച്ചത് ഇംഗ്ലീഷ് സ്ട്രൈക്കർ ഗാരി ഹൂപ്പറിനെയാണ്. ആദ്യം കുറച്ചു മങ്ങിയെങ്കിലും പിന്നീട് ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങി. ഗോളുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചില്ലെങ്കിലും ഹൂപ്പർ ഒരു ക്വാളിറ്റി സ്ട്രൈക്കർ തന്നെയായിരുന്നു. ഹൂപ്പർ ആ സീസണ് ശേഷം ക്ലബ്ബ് വിട്ടപ്പോൾ പകരം ഡയസിനെയും അൽവാരോ വാസ്കസിനെയും അദ്ദേഹം ടീമിലെത്തിച്ചു. ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഗോളുകൾ അടിച്ചു കൂട്ടുകയും ചെയ്തു. ഇരുവരും ക്ലബ്ബ് വിട്ടപ്പോൾ കരോലിസ് ദിമിയെ കൊണ്ടുവന്നു. ദിമി ക്ലബിന്റെ എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തു. ഓരോ ഗോളടി വീരന്മാരും ക്ലബ്ബ് വിടുമ്പോൾ അതിനേക്കാൾ മികച്ചവർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടുള്ളത്. അതിനാൽ ദിമി ക്ലബ്ബ് വിടുമ്പോഴും അതിനേക്കാൾ മികച്ച സ്ട്രൈക്കറെ കരോലിസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗോവയിൽ നിന്നുള്ള നോഹ സദോയി ദിമിയുടെ പകരക്കാരനെന്നാണ് പല ആരാധകരും കരുതുന്നത്. എന്നാൽ നോഹ ദിമിയുടെ പകരക്കാരനല്ല. ദിമിയുടെ പകരക്കാരൻ ഒരു സെൻട്രൽ ഫോർവേഡ് തന്നെയായിരിക്കും.